തിരുമനസേ അങ്ങയോടും കളി നടന്നു എന്നുള്ളതാ. അതെന്താ ഉണ്ടായത് ശരിക്കും ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ? എനിക്ക് ഏകദേശം ഒരു 2 വർഷം മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. ഞാനത് പരസ്യപ്പെടുത്തുകയും ചെയ്തു. അത് വളരെ നന്നായി. അതെ, സാധാരണ ആളുകൾ ഇത് മാനഭയം കൊണ്ട് പറയില്ല. അതെ, സാധാരണ എനിക്ക് തോന്നുന്നു ഇതിനൊരു പാറ്റേൺ ഉണ്ട്. എനിക്ക് സംഭവിച്ചത്, ഞാൻ പിന്നീട് ഗൂഗിൾ ചെയ്തപ്പം അതേ ഇൻസിഡന്റ് വെച്ച് ഏകദേശം 60 പേരെ പറ്റിച്ചിട്ടുണ്ട്. ഇതേ പരിപാടി. ഈ നരേഷ് ഗോയൽ ജെറ്റ് എയർവേസിന്റെ പഴയ ചെയർമാന്റെ പേര് വെച്ച് അതിലെന്തോ ഒരു മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട്, അതിൽ എൻ്റെ അക്കൗണ്ട് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞാണ് എന്നെ അതിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ ആദ്യം തുടങ്ങുന്നത് ഒരു ഫോൺ കോൾ വരുന്നു. മിക്കവാറും ഒരു ഉച്ച സമയം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഫോൺ ഉടനെ കട്ട് ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ 6 or 7 ഏതാണ്ട് ഒരു നമ്പർ പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ 2 മണിക്കൂറിനകം ഫോൺ കട്ടാകും, ഡിസ്കണക്റ്റ് ആകും എന്നാണ് പറയുന്നത്. നമ്മളത് ഡയൽ ചെയ്തു. അപ്പൊ പിന്നെ നേരെ പോകുന്ന ബോംബെ പോലീസിലേക്കാണ്. അപ്പൊ ബോംബെ പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് ആദ്യം വീഡിയോയിൽ വന്നില്ല. അതപ്പോ നമ്മുടെ ഫോൺ കോൾ മുംബൈ പോലീസ് എന്നും പറഞ്ഞാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വലിയ സംശയം തോന്നുന്നില്ല. നമ്മള് അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ അവര് പെട്ടെന്ന് പറയുന്നു നിങ്ങളുടെ ആധാർ കാർഡ് കാണിക്കുന്നു. അപ്പൊ നമ്മളെ കൺവിൻസ്ഡ് ആക്കുന്ന ഇങ്ങനെയൊക്കെയാ. നമ്മുടെ ആധാർ കാർഡിന്റെ കോപ്പി നമ്മളെ കാണിക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾ തന്നെയല്ലേ? അതെന്ന് പറഞ്ഞു. നമ്മൾ ഈ സ്ട്രൈറ്റ് ഫോർവേഡും സത്യസന്ധരും ആണെങ്കിൽ പെട്ടുപോകും ചിലപ്പോൾ. ഒരു സംശയം തോന്നുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടില് നിങ്ങളുടെ പേരിൽ മുംബൈയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിലിങ്ങനെ നരേഷ് ഗോയലിന്റെ ഇടപാടിൽ മണി ലോണ്ടറിങ് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ മുംബൈ പോലീസിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ടും ഇല്ല, എനിക്ക് ആകെ 2 അക്കൗണ്ട് ഉള്ളത് കേരളത്തിലാണ്. അപ്പൊ ഞാനൊരു പ്രീസ്റ്റ് ആണെന്നും ഒക്കെ എൻ്റെ പ്രൊഫൈൽ മുഴുവൻ അവർക്കറിയാം. അതൊക്കെ എല്ലാം പഠിച്ചു. അപ്പൊ ഞാനിത് ഡിനേ ചെയ്തു. എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, എന്താണേലും നിങ്ങളിവിടെ വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞു എനിക്ക് നാളെ വരാനൊക്കെ ഇല്ല, പ്രയാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഡീൽ ചെയ്യാം. നിങ്ങൾ പ്രീസ്റ്റ് ആണെന്ന് അറിയാം, നിങ്ങൾ ചെയ്യത്തുമില്ലെന്നറിയാം. പക്ഷേ നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ആരോ നിങ്ങളെ ഒരു കള്ളക്കേസിൽ കുടുക്കി നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ പേരിൽ ഒരു അക്കൗണ്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആപത്താണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അത് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാം. അതുകൊണ്ട് ഞങ്ങൾ CBIയിലേക്ക് റെഫർ ചെയ്യാണ് എന്ന് പറഞ്ഞ് അടുത്ത കോള് CBI ഓഫീസർ എന്ന് പറയും. അപ്പൊ വീഡിയോ വരുന്നുണ്ട്. വേറെ സ്ഥലത്താണോ ഇരിക്കുന്നത്? വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത്. യൂണിഫോം ഒന്നുമില്ല, യൂണിഫോം ഉണ്ടല്ലോ. യൂണിഫോം ഇല്ല, പക്ഷെ CBI ഒരു ലോഗോ കാണിക്കുന്നുണ്ട് വീഡിയോയുടെ താഴെ, CBI ഓഫീസർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് സംസാരിച്ചു തുടങ്ങി. അപ്പൊ പറഞ്ഞു നിങ്ങളുടെ ഏത് കേസാണേലും നിങ്ങളുടെ പേരിലാണ് ഇത് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, FIR ഇട്ടിട്ടുണ്ട്. FIRന്റെ നമ്പരും ഒക്കെ എനിക്ക് തന്നു. നമ്മളെ കൺവിൻസ്ഡ് ആക്കും അവര്. ആദ്യം ഞാൻ ഡിനേ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അവർ പ്ലേറ്റ് മാറ്റി കള്ളക്കേസായിരിക്കും, നിങ്ങളെ രക്ഷിക്കാനാണെന്നുള്ള. അപ്പൊ പിന്നെ ഞാൻ സഹകരിക്കാന്ന് പറഞ്ഞു. രക്ഷകനായിട്ട് വന്നു. അതെ, വന്നു. രക്ഷിക്കാൻ. അതെ. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരണം, എത്ര പണം ഉണ്ടെന്ന് ഡിക്ലെയർ ചെയ്യണം. അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള റിസർവ് ബാങ്കിന്റെ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന തുക അതിന് 1/2 മണിക്കൂറിനകം നിങ്ങൾക്ക് റെസിപ്റ്റ് തരും. സുപ്രീം കോടതിയുടെ റെസിപ്റ്റ് തരുമെന്ന് പറഞ്ഞു. അത് റീഫണ്ടബിൾ ആണ്. നിങ്ങളെ ക്ലിയർ ചെയ്ത ഉടനെ അതിൻ്റെ ബാങ്ക് ട്രാൻസ്ഫർ കാശ് മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ, ബാക്കി തുക നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചു തരും. അതിൻ്റെ അഷ്വറൻസ് ഒക്കെ നിങ്ങൾക്ക് ലെറ്ററായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ചിന്തിച്ചത് അവർ നമ്മളെ ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിലാണല്ലോ, നമ്മൾ സഹകരിക്കാം, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സത്യസന്ധമായിട്ടുള്ള അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. അത് ട്രാൻസ്ഫർ ചെയ്തു. അത് വലിയ എമൗണ്ട് ആയിരുന്നു. 13 ലക്ഷം രൂപ. 13 ലക്ഷം. അത് ട്രാൻസ്ഫർ ചെയ്തു. 1/2 മണിക്കൂറിനകം അവർ എനിക്ക് റെസിപ്റ്റ് അയച്ചു തന്നു. കൃത്യമായിട്ട് സുപ്രീം കോടതിയുടെ എംബ്ലമൊക്കെ വെച്ചിട്ടുള്ള ഇതെല്ലാം എനിക്ക് അയച്ചത്. വളരെ കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു കോടതിയുണ്ട്, ഓൺലൈനാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്നെ ഡിജിറ്റലി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന പരിപാടി ഇല്ല എന്നുള്ളൊരു വിവരം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവർ പറഞ്ഞു അതൊരു ഫോർമാലിറ്റിന്നേ ഉള്ളൂ, നിങ്ങളുടെ കേസ് നിങ്ങൾ പ്രതിയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തേ പറ്റൂ, നാളെ കോടതിയിൽ നിങ്ങളത് പറയുക,
അത് കഴിഞ്ഞിട്ട് കോടതി 2 മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ വേർഡിക്റ്റ് പറയും. നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അന്നേരം പൈസ തിരിച്ച് അയക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ വേറെ ആരോട് സംസാരിക്കരുത്, ഫോൺ വേറെ ആരെയും കാണിക്കാൻ പാടില്ല, അങ്ങനെ CBIയുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രിന്റ് ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം സമയത്താണ് തലേദിവസം വിളിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എന്നെ ഈ കോടതിയിൽ ഹാജരാക്കി. അപ്പൊ രാവിലെ വന്നു അല്ലേ? രാവിലെ വന്നു. അപ്പൊ ജഡ്ജി വരുമ്പോ എഴുന്നേറ്റിക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. എഴുന്നേറ്റ് വന്നു. അപ്പൊ നമ്മുടെ ID കാണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ID കാണിച്ചു. ഇതൊക്കെ ഒരു ഷൂട്ട് ചെയ്യാണല്ലോ, അത്രയും നമ്മൾ ചിന്തിച്ചില്ല. പക്ഷേ കോടതിയിൽ ഹാജരായി ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു. എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, അതാരെങ്കിലും ഫോർജ് ചെയ്തായിരിക്കും എന്നൊക്കെ പറഞ്ഞു. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കഴിഞ്ഞ ജഡ്ജി അന്നേരം മാറി. 2 മണിക്കൂർ കഴിഞ്ഞ് എന്നെ ഈ പോലീസ് ഓഫീസർ വിളിച്ചു പറയുന്നു, നിങ്ങൾ ക്ലിയർ ചെയ്തു, നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് അല്ല, അതുകൊണ്ട് നിങ്ങളുടെ പൈസ ഉടനെ തിരിച്ചു തരും എന്ന് പറഞ്ഞ് ഞാൻ താങ്ക്സും പറഞ്ഞു. അത് കഴിഞ്ഞാണ് എനിക്ക് ആദ്യം ഒരു സംശയം തോന്നുന്നത്. അതുവരെ എനിക്ക് യാതൊരു സംശയവുമില്ല. ആ പോയിന്റിൽ അദ്ദേഹം എന്നോട് പറയാണ്, നിങ്ങളെ ഇത് ക്ലിയർ ചെയ്യാൻ സഹായിച്ചത് ഞാനാണ്, 2 ലക്ഷം രൂപയുടെ തരണമെന്ന്. CBI ഓഫീസർ എനിക്ക് ക്ലിക്ക് ചെയ്തു. CBI ഓഫീസർ ഒരിക്കലും കൈക്കൂലി ചോദിക്കില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനെന്തിനാ പണം തരുന്നത്? നിങ്ങൾ ക്ലിയർ ചെയ്ത് ഞാൻ കുറ്റം ചെയ്യാത്തതുകൊണ്ടല്ലേ ക്ലിയർ ചെയ്ത്, അതിന് നിങ്ങൾക്ക് ഞാൻ പണം തരുന്നത് എന്തിനാ? അതെനിക്കൊരു ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി തട്ടിപ്പാണെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്ത് എനിക്ക് പരിചയമുള്ളൊരു എൻ്റെ ഒരു സുഹൃത്ത് ലോയറിനെ വിളിച്ച് അദ്ദേഹം ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്ക് ആദ്യം പുള്ളിക്കും കൺവിൻസ്ഡ് ആയിട്ട് തോന്നി, ഈ രേഖകളൊക്കെ ഡോക്യുമെന്റ്സ് സുപ്രീം കോടതിയുടെ എല്ലാം കൃത്യമാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അതിലൊരു പരാതി ഞാൻ കൊടുക്കാം. 1930 വിളിച്ച് അന്നേരം പരാതി കൊടുക്കാൻ പറഞ്ഞു. 1930 ആ നമ്പറിൽ പരാതി കൊടുത്തു. പക്ഷെ അല്പം വൈകിപ്പോയി, ഒരു ഗോൾഡൻ അവേഴ്സ് ഇതിന്റെ. അത് എത്ര സമയത്തിന് മുമ്പ് പരാതി കൊടുക്കണം? ഇത്രയും പെട്ടെന്ന് ബാങ്ക് ട്രാൻസ്ഫർ ആവുന്നത് നമുക്ക് ഇത്രയും പെട്ടെന്ന് ചെയ്താൽ അവർക്ക് അത് ബ്ലോക്ക് ചെയ്യാനെങ്കിലും പറ്റും. ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കേസന്വേഷണയിൽ അവർ കണ്ടുപിടിച്ചു 600 അക്കൗണ്ടിലേക്ക് അവർ ഈ പണം മുഴുവൻ മാറ്റി. ചെറിയ എമൗണ്ടുകളായിട്ട് മാറ്റി കഴിഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ തന്നെ 600 അക്കൗണ്ടിലേക്ക് അവർ മാറ്റി. അത് ട്രേസ് ചെയ്യാനായിട്ട് വളരെ പ്രയാസമാണ്. അവരത് ശ്രമിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.